ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡൊനട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ് വേണം, 1/2 കപ്പ് മിൽക്ക്, 1/4 കപ്പ് പഞ്ചസാര, 50 ഗ്രാം ബട്ടർ, ഒരു മുട്ട. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഈസ്റ്റും മാവും കൂടി നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ ബട്ടറും പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഈ ബട്ടർ മെൽറ്റാവുന്നതാണ് ഇതിൻ്റെ കണക്ക്. ബട്ടർ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊരു സ്റ്റിക്കി പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. പാല് ഒരുപാട് ചൂടാകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഈ ഡ്രൈ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. മാവ് ഇവിടെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാത്രം മൂടിയിട്ട് 2 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൊനട്ട് ഉണ്ടാക്കുന്നത്. ഇതിവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഈ മാവ് ടേബിൾ കൗണ്ടറിലേക്ക് ഇട്ടിട്ട് ഇത് 1/4 ഇഞ്ച് കനത്തിൽ വേണം പരത്തിയെടുക്കേണ്ടത്. ഇവിടെ ഞാൻ 1/4 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു റൗണ്ട്, ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും വെച്ച് കട്ടറോ ഇതുപോലെ ഗ്ലാസ്സോ എന്തെങ്കിലും കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ വാവട്ടമുള്ള ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതെന്തെങ്കിലും മോൾഡ് കൊണ്ടോ മറ്റോ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ സെൻട്രൽ പീസ് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സെൻട്രൽ പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയിരിക്കുന്ന ഈ മാവ് ഒന്നും കൂടി ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മാവും നമുക്കിതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ വേഗത്തില്ല, പുറവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതൊരു ഗോൾഡൻ കളറിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് പതുക്കെ ഒന്ന് കളർ മാറുമ്പോഴേക്ക് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഇത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് വേണം
വേവിച്ചെടുക്കേണ്ടത്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന ഡൊണട്ടിൻ്റെ മാവ് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരു വയർ റാക്കിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ സെൻറ്ററിലെ ചെറിയ പീസ് നമുക്കിതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ രീതിയിൽ നമ്മളിത് ഡൊണട്ടിനെ ഉണ്ടാക്കിയെടുത്താൽ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇത് നമുക്ക് വയർ റാക്കിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിന് മുകളിൽ ഐസിങ് ഷുഗർ കുറച്ച് വിതറി കൊടുക്കാം. ഞാൻ ഈ ഡൊണട്ടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡൊണട്ടാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡൊണട്ട് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.